ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ടിപ്പാണ്. നമ്മുടെ കാലുകൾ പാദങ്ങളൊക്കെ വിണ്ടു കയറില്ലേ, പൊട്ടിപ്പോവില്ലേ, പലരെ അലട്ടുന്ന പ്രശ്നമാണത് അല്ലേ. പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്ത് കാല് വിണ്ടു കയറുന്നതും പിന്നെ തൊലിയൊക്കെ ഇങ്ങനെ നമ്മളെ സ്കിന്നിൽ ഇങ്ങനെ ഡ്രൈ ആയിട്ട് ചുക്കി ചുളിഞ്ഞിരിക്കും. അപ്പോൾ ഇതിനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി. അപ്പോൾ ഇതിന് ഒരു ചെറുനാരങ്ങ എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ചാറെടുക്കുക. 2 ടീസ്പൂൺ റോസ് വാട്ടർ, 4 ടീസ്പൂൺ ഗ്ലിസറിൻ, 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്കോ ഉള്ള കുപ്പിയിലേക്ക് അടച്ചു വെക്കുക. എന്ത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ കാലുകളെ നല്ലോണം വൃത്തിയാക്കുക. നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം തുടച്ചെടുത്തിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെയിലി ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് കാലൊന്ന് കഴുകി തുടയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ രാത്രിയിൽ നന്നായി കാലൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു സോക്സൊക്കെ ഇട്ട് കിടക്കുവാണെങ്കിൽ ഒരു 7 ദിവസം കണ്ടിന്യൂസ് ഒരു 7 ദിവസം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. ഈസി ടിപ്പാണ്, മോസ്റ്റ് എഫക്റ്റീവ് ടിപ്പാണ്, എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന ടിപ്പാണ്. പ്രത്യേകിച്ചും വരണ്ട ചർമ്മമുള്ളവർക്ക് കൈകളിലെ തൊലിയുടെ ചുളിവൊക്കെ ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് ഇന്നത്തെ ടിപ്പ്. അതിനായിട്ട് ആദ്യം വേണ്ടത് നെയ്യാണ്. നെയ്യ് ആരോഗ്യപരമായ കൊഴുപ്പിൻ്റെ ഉറവിടമാണ്. ആരോഗ്യമായ കൊഴുപ്പ് ചർമ്മത്തിന് നല്ലതാണ്. വരണ്ട ചർമ്മത്തിന് ഈർപ്പം നൽകുന്ന നെയ്യ് ചർമ്മത്തിലെ ചുളിവുകൾ, വരകൾ എന്നിവ നീക്കാൻ ഏറെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ഇലാസ്തികത നിലനിർത്താൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളോടൊപ്പം വിറ്റമിൻ എ, ഡി, ഇ എന്നിവയും നെയ്യിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് എടുക്കുക, 1 ടീസ്പൂൺ കറ്റാർവാഴ ജെല്ല് എടുക്കുക, കയ്യിലുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഗ്ലിസറിനും കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം, അല്ലെങ്കിൽ തുടച്ച് കളയാം. രാത്രി കാലങ്ങളിൽ ചെയ്യുന്നത്, തണുപ്പുള്ള സമയത്ത് എല്ലാ ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ കൈകളിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ടിപ്പാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഷെൽഫ് ലൈഫാണ്, സൂക്ഷിക്കാനും പറ്റും. ഫ്രഷ് അലോവേര ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പുറത്ത് സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.